2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം. 3 വലിയ ഉള്ളി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കണം. 2-3 പച്ചമുളക്, 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ട് ഒന്നുകൂടി വഴറ്റണം. കുറച്ച് കറിവേപ്പില ചെറിയ പീസാക്കിയത് കൂടി ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചുവന്ന മുളകും പൊടി ഇട്ടിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് മല്ലിയില ചെറിയ പീസാക്കിയത് കൂടി ഇട്ട് കൊടുത്തിട്ട് ഓഫ് ചെയ്യാം. കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 4 സൈഡും ഒരുപോലെ കളഞ്ഞു കൊടുക്കണം. ഇതേപോലെ കളഞ്ഞു കൊടുക്കണം. ഇനി സമൂസ ഷീറ്റ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ സാധാ പോലെ പരത്തിയെടുത്താലും മതി. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന മാതിരി കുഴച്ചെടുത്തിട്ട് പരത്തുന്നില്ലേ, അതുപോലെ പരത്തിയെടുത്താലും മതി. എന്നിട്ട് ഓരോന്നായി വെച്ച് കൊടുത്തിട്ട് ഒരു ബ്രെഡ് വെച്ച് കൊടുക്കണം. അതിലേക്ക് ഇപ്പോൾ ആക്കി വെച്ച മസാല ഇല്ലേ, അത് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു മുറി മുട്ട പുഴുങ്ങിയത് കൂടി ഇട്ട് കൊടുക്കണം. മൊത്തത്തിൽ മൈദാ പേസ്റ്റ് ആക്കി കൊടുത്തിട്ട് 4 സൈഡ് ഒരുപോലെ ഒട്ടിച്ചു കൊടുക്കണം. നന്നായി ടച്ച് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. സാധാ പപ്സിനെ പോലെ ഒന്നുമല്ല. ഇതിൻ്റെ പേര് നോമ്പ് പെട്ടി എന്നാണ്. ഒരാൾക്ക് ഒന്നേ വേണ്ടു, വയറ് നിറഞ്ഞോളും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. എണ്ണ നന്നായി തിളച്ചാൽ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. എന്നിട്ട് ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഒരേപോലെ തിരിച്ചും മറിച്ചും ഇടണം. ഇത്രയും മതി. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണേ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്